ഹലോ, വെൽക്കം ബാക്ക് ടു ആമീസ് പിങ്ക് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. ഇപ്പം മിക്കവാറും പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇത്ര ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്ര സ്കിൻ കെയർ ചെയ്തിട്ടും നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുക എന്നുള്ളത്. സ്കിൻ കെയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ സ്കിൻ നല്ല ഗ്ലോവി ആയിട്ടിരിക്കും, അതുപോലെ തന്നെ നല്ല ഹൈഡ്രേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും. എന്നാൽ ആ ഒരു സ്കിൻ കെയർ ഇടയ്ക്കെങ്ങാനും നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എഗെയിൻ നമ്മുടെ ആ ഗ്ലോ കുറഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ഡള്ളായി പോകുന്നത് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, സ്കിന്റെ ഗ്ലോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക എന്നതാണ്. ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം CTM എന്ന് പറയുന്നതാണ് ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പ്. അപ്പം അത് ഫോളോ ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ട് മോർണിംഗും അതുപോലെ നൈറ്റും ഫോളോ ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ്ലി എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു മടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ സ്കിൻ ഡള്ളാകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യും. ബട്ട് അങ്ങനെയല്ല, നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. സോ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഏത് സീസണെന്നോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്താണ് അല്ലെങ്കിൽ മഴക്കാലമാണ് തണുപ്പാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യും. അങ്ങനെയല്ല, സൺസ്ക്രീൻ ഈസ് മസ്റ്റ് എവറി ഡേ. അതുപോലെ തന്നെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ 2 hours കൂടുമ്പോഴത്തേക്കും റീഅപ്ലൈയും ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സൺസ്ക്രീനിന് ഒരു വലിയൊരു റോൾ തന്നെയുണ്ട് ഗൈസ്. അത് നമുക്ക് ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് അറിയാൻ പറ്റും. സോ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദ സ്കിൻ ഗ്ലോ. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഏതെങ്കിലും ഒരു ബ്രൈറ്റനിങ് സിറം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ബ്രൈറ്റനിങ് സിറം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വൈറ്റമിൻ C ആകാം, ഗ്ലൈക്കോളിക് ആസിഡ് ആകാം, ലാക്റ്റിക് ആസിഡ് ആകാം. ഇതൊക്കെ തന്നെ ബ്രൈറ്റനിങ് സിറംസിൽ വരുന്നതാണ്. സോ അതും ഒരു നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പൊ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ C ചൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. അടുത്തതെന്ന് പറയുന്നത് ഫേഷ്യൽ മസാജ്. അപ്പൊ ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 minutes എങ്കിലും നമ്മുടെ ഫേസിന് നല്ല ഒരു മസാജ് കൊടുക്കാൻ നോക്കുക. സർക്കുലേറ്ററി മോഷനിലോ അങ്ങനെയൊക്കെ മസാജ് കൊടുക്കാൻ നോക്കുക. അപ്പം മസാജ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം. നമ്മുടെ സ്കിന്നിലോട്ടുള്ള ആ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് സ്കിന്നിന് അത് നല്ല ഗ്ലോ തരും. അപ്പൊ ഇത് ഡെയിലിയും ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേഷ്യൽ മസാജ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഫേഷ്യൽ ഓയിൽ, അതായത് എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാം. അത് പക്ഷേ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ള രീതിയിലുള്ള എസെൻഷ്യൽ ഓയിൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനാണെങ്കിൽ ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് ഉള്ള എസെൻഷ്യൽ ഓയിൽ നല്ലതായിരിക്കും. അതുപോലെ ടീ ട്രീ ഓയിൽ നല്ലതായിരിക്കും. ഇതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് അതനുസരിച്ച് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തരുന്നതാണെങ്കിൽ പോലും നിങ്ങൾ പോയിട്ട് നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യുക. റിസർച്ച് ചെയ്തിട്ട് എന്ത് നമ്മുടെ സ്കിന്നിനായിരുന്നാലും നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും പോലും നമ്മൾ ചെയ്യാവൂ. അപ്പൊ ആര് പറഞ്ഞു തന്നാലും നമ്മൾ അതിനെക്കുറിച്ച്, നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും പ്രോഡക്ട്സിനെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു നോളജ് നമുക്ക് വേണം. സോ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ മസാജ് ആണ്. ഡെയിലി അറ്റ്ലീസ്റ്റ് 5 minutes എങ്കിലും ഫേസിനൊരു മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തതെന്ന് പറയുന്നത് എക്സസൈസ് ആണ്. എക്സസൈസും ഒരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പം ഇങ്ങനെയൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നമ്മൾ ചുമ്മാ കയറി ഇരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ IT പ്രൊഫഷണൽസ് ആയിരുന്നാലും ഇപ്പോൾ ഏത് ആ ഒരു IT ഫീൽഡ് ആയിരുന്നാലും നമ്മൾ സ്ക്രീൻ ടൈം വരുന്ന വർക്ക്സ് ഒക്കെ തന്നെ നമ്മൾ എന്താണ് ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ബോഡിക്ക് അത്ര നല്ലതല്ല. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. സോ എക്സസൈസ് ഡെയിലി ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും, അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും ചെയ്യുന്നത് ബെസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്നത് ചെയ്യാം. ഇപ്പൊ യോഗ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് യോഗ മൂവ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക്ഔട്ട് മൂവ്സ് അറിയാവുന്നവരാണെങ്കിൽ വർക്ക്ഔട്ട് മൂവ്സും ചെയ്യാം. അതുപോലെ ഇപ്പൊ ജിമ്മിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഫീസൊക്കെ കൊടുത്ത് സെറ്റ് ആയിട്ടിരിക്കുന്ന, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോകത്തുള്ളൂ, മടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ മടി പിടിച്ചൊന്നും ഇരിക്കാതെ ഡെയിലി പ്രോപ്പർ ആയിട്ട് പോകാൻ ശ്രമിക്കുക. അതുപോലെ അവർ പറയുന്ന ഡയറ്റ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ എക്സസൈസും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമുക്ക് തന്നെ അറിയാം, എക്സസൈസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഇന്നർ ഗ്ലോ
ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഗ്ലോ നമുക്ക് ഫീൽ ആവും. സോ അതും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേ ഹൈഡ്രേറ്റഡ്. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് ഈ പറയുന്ന ഞാൻ തന്നെ സ്കിപ്പ് ചെയ്യുന്ന കാര്യമാണ്, ബട്ട് പറഞ്ഞു തരുവാണ്. നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ഇൻടേക്ക്, അതുപോലെ ഈ ജങ്ക് ഫുഡ്സ്, അതായത് പ്രോസസ്ഡ് ഫുഡ്സ് ആയിരുന്നാലും സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ഗ്ലോ നമുക്ക് ഫീൽ ആവും. അപ്പം സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ബോഡി ഓവറോൾ എൻറ്റയർ നമ്മുടെ ബോഡി സിസ്റ്റത്തിനെ തന്നെ അത് ഭയങ്കര ഹെൽത്തി ആയിട്ട് വെക്കും. അപ്പൊ സോ ഇതും മൈൻഡിൽ വെച്ചേക്കാം. അടുത്തത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് 8 hours സ്ലീപ്പ് എന്നുള്ളതാണ്. 8 hours ബ്യൂട്ടി സ്ലീപ്പ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം 8 hours സ്ലീപ്പ് ദിവസേന ഒരു 7 to 8 hours ഉറങ്ങാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ 8 hours സ്ലീപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 24 hours ഏതെങ്കിലും സമയം നമുക്ക് ചൂസ് ചെയ്ത് കിടന്ന് ഉള്ളതല്ല. സ്ലീപ്പ് സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നൈറ്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 11-11:30 ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിച്ചിരിക്കണം. അതായത് ഉറങ്ങിയിരിക്കണം എന്ന് ശ്രമിക്കുക എന്നല്ല, ഉറങ്ങുകയും വേണം. അപ്പൊ ഉറങ്ങണം. ഇതിപ്പോ ഉള്ള നമ്മുടെ ജനറേഷനൊക്കെ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്ക്രീൻ ടൈം ഒക്കെ നമുക്ക് ഒരുപാട് കൂടുതലാണ്. നമ്മൾ ലാപ്ടോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ക്രീൻ ടൈം കൂടുതലാണ്. നമുക്ക് സ്ക്രീൻ ടൈം കൂടുതൽ ആയതുകൊണ്ട് തന്നെയാണ് ഉറങ്ങാൻ പറ്റാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അത് തന്നെയാണ്. സോ നമ്മൾ ഒരു 11-11:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് കുറച്ച്, നൈറ്റ് ടൈമിൽ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് നമ്മുടെ കണ്ണിനും വളരെ നല്ലതാണ്. അണ്ടർ ഐ സർക്കിൾസ് ഒക്കെ വരുമല്ലോ. അപ്പം അതുകൊണ്ട് സ്ക്രീൻ ടൈം ഒക്കെ ഒന്ന് കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 11:30 ഇല്ലെങ്കിലും ഉറങ്ങാൻ നോക്കുക. അത് ഇപ്പോ നമ്മൾ ഈ മിക്കവാറും ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം തന്നെ 12 മണി, 1 മണി, 2 മണി ഇങ്ങനെ ആവും ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പൊ ഒരു വളരെ പാടുള്ള സ്റ്റെപ്പ്, ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പാടുള്ള സ്റ്റെപ്പ് ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരുപാട് നമ്മളിങ്ങനെ ഫോൺ യൂസേജ് കൂടുതലാണ്, സ്ക്രീൻ ടൈം കൂടുതലാണെന്നുള്ളത് കൊണ്ട്. സോ അത് നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ ഒരു പ്രോപ്പർ ടൈം വെച്ച്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം വെച്ച് ആ ടൈമിന് ഉറങ്ങുക എന്നുള്ളൊരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് അതൊക്കെ ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പം ഇതൊക്കെ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്കും. നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. നമ്മുടെ സ്കിന്ന് എത്രത്തോളം, സ്കിൻ മാത്രമല്ല നമ്മുടെ ബോഡി സിസ്റ്റംസിനെയും അത് ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പം ഉറക്കം, എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കൽ, ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ബോഡിയും കൂടെ അഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ എൻറ്റയർ ബോഡി സിസ്റ്റത്തിനും കൂടെ നമുക്കത് നല്ല റിസൾട്ട്സ് കിട്ടും, ഹെൽത്തി ആക്കുകയും ചെയ്യും. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്തേക്കാം. അപ്പോൾ ബൈ.